ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ മൺമറഞ്ഞ ഒട്ടനവധി പ്രാചീന സംസ്കാരങ്ങളുടെ ചരിത്രങ്ങളുണ്ട്. അത് കേവലം ഗ്രീസിൻ്റെയോ റോമിൻ്റെയോ മെസപ്പൊട്ടോമിയനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളത് മാത്രമല്ല. നമുക്ക് അറിയുന്നതും അറിയാത്തതുമായ നൂറുകണക്കിന് പ്രാചീന സംസ്കൃതികൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആരാൽ നശിപ്പിക്കപ്പെട്ടു? ഒറ്റ മറുപടിയുള്ളൂ, മതങ്ങളാൽ. മതങ്ങളാണ് സംസ്കാരങ്ങളെ നശിപ്പിക്കുന്നത്. വൈവിധ്യങ്ങളെ അംഗീകരിക്കുന്ന, വൈവിധ്യങ്ങളെ ആദരിക്കുന്ന, സ്വാഭാവിക ജീവാവാസ വ്യവസ്ഥയായ വനങ്ങളിൽ ആയിരക്കണക്കിന് വൃക്ഷങ്ങളും സസ്യങ്ങളും വള്ളി ലതാവർഗങ്ങളും പുൽവർഗങ്ങളും മറ്റ് ജന്തുക്കളും ഒക്കെ ഒന്നിച്ച് സഹവസിക്കും. അവിടെ കളയും വിളയുമില്ല. എന്നാൽ അവയെ മുഴുവൻ മുറിച്ചു മാറ്റി ഭൂമി യന്ത്ര സംവിധാനം കൊണ്ട് നിരപ്പാക്കി തുല്യ അകലത്തിൽ കുഴിയെടുത്ത് ആ കുഴിയിൽ ഏതെങ്കിലും വൃക്ഷത്തിന്റെ തയ്യോ വിത്തോ നട്ട് നനച്ച് വളർത്തി കള പറിച്ച് വലുതാക്കിയാൽ അവിടെ മുഴുവൻ പച്ചപ്പുണ്ടാവും. ആ പച്ചപ്പ് ഒരിക്കലും വനമല്ല, അത് തോട്ടമാണ്, പ്ലാന്റേഷനാണ്. തോട്ടത്തിൽ ഒന്ന് മാത്രമാണ് വിള, ബാക്കി എല്ലാം കളയാണ്. ഈ തോട്ടങ്ങളെല്ലാം ഊഷരങ്ങളാണ്. വനം ശീതളമാണ്. ലോകത്തിലെ പ്രാചീന സംസ്കാരങ്ങളൊക്കെയും ശീതളങ്ങളാണ്. അവ പരസ്പര ആദരവുള്ളതാണ്. നീ നിന്റെ വിശ്വാസങ്ങളെയും നിന്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പാലിച്ചുകൊള്ളൂ. ഞാൻ എൻ്റെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പാലിക്കുന്നു. നമ്മൾക്ക് തമ്മിൽ യാതൊരു കലഹവും ഇല്ല. നമുക്ക് സ്നേഹത്തോടു കൂടി ഒന്നിച്ച് ഇവിടെ സുന്ദരമായൊരു പൂന്തോപ്പ് എന്ന പോലെ ഇവിടെ കഴിയാം. ഇതാണ് സംസ്കൃതിയുടെ വീക്ഷണം. മതത്തിന്റെ വീക്ഷണം അതല്ല. ഒന്ന് മാത്രം, ഒന്നിനു വേണ്ടി മാത്രം. അതുകൊണ്ട് എല്ലാത്തിനെയും ഒന്നുകിൽ ഈ പറഞ്ഞ ഒന്നാക്കണം, അല്ലെങ്കിൽ നശിപ്പിക്കണം. കാരണം മറ്റെല്ലാം കളയാണ്, എൻ്റേത് മാത്രമാണ് വിള. ഈ പ്ലാന്റേഷൻകാരാണ് ലോകത്തിലെ സുന്ദരങ്ങളായ ശീതളങ്ങളായ സംസ്കൃതികളെ മുഴുവൻ ഒന്നൊന്നായി നശിപ്പിച്ചത്. ആ നശിപ്പിച്ച കൂട്ടര് ഈ ഭാരതത്തിൻ്റെ സമ്പൽ സമൃദ്ധമായ വ്യവസായ കാർഷിക രംഗങ്ങളെ കണ്ട് പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി ഇങ്ങോട്ട് വന്നപ്പോൾ അതിഥി ദേവോഭവ എന്നുകൂടി പഠിച്ചു വെച്ച നമ്മള് ഇരു കൈകളെ കൊണ്ടും സ്വീകരിച്ചു. അതിൽ തെറ്റ് ഞാൻ കാണുന്നില്ല. കൊളത്തൂർ ആശ്രമത്തിൻ്റെ അടുത്ത് ഒരു 1.25 കിലോമീറ്റർ ദൂരമുള്ള ഒരു സ്ഥലമുണ്ട്. ചീക്കിലോട് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അവിടെ ഒരാളെ പറ്റി കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. അയാളുടെ മകൻ ഇപ്പോഴും ഉണ്ട്. പക്ഷെ മകൻ നല്ല മാനസിക വിഭ്രാന്തിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റോഡിൽ നടക്കുന്ന ആളാണ്. ഇടയ്ക്കിടയ്ക്ക് ആശ്രമത്തിൽ വരും. എന്നോട് വലിയ സ്നേഹമാണ്. ഞങ്ങൾ എന്തെങ്കിലും വർത്താനം പറയും, പോകും. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ കക്ഷി അവിടുന്ന് ബസ് പുറപ്പെടുന്ന സമയമാകുമ്പോൾ അതുവരെ അവിടെ നിന്ന് വീഡിയോ ഇരിക്കുകയെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ. പോവാൻ പുറപ്പെടുമ്പോഴാണ് കയറുക. അപ്പോഴത്തേക്ക് സീറ്റൊക്കെ ഫുള്ളായിട്ടുണ്ടാവും. അപ്പം ഏതെങ്കിലും ഒരു സീറ്റിൻ്റെ അടുത്ത് വന്നിട്ട് ഒരാളോട് ചോദിക്കും, അത്രേ ഞാൻ എൻ്റെ ചന്തിയുടെ 8-1 വെച്ചോട്ടെ. എങ്ങനെ 8-1 കണക്കാക്കുക എന്നറിയില്ല. അയാൾ അങ്ങനെ ചോദിക്കുക. അപ്പോൾ മറ്റേ ആൾ വിചാരിക്കും, പാവം ഒരു 60 വയസ്സ് കഴിഞ്ഞ ആളല്ലേ, 70 വയസ്സ് കഴിഞ്ഞ ആളല്ലേ, അയാൾ 8-1 സ്ഥലം കൊടുക്കും. 1 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്ക് 1 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്ക് മറ്റേ ആൾ സുഖമായി തീർന്ന് ഉറങ്ങുണ്ടാവും. ഈ സ്ഥലം കൊടുത്തവനോ എണീറ്റ് 2 സീറ്റിന്റെ ഇടയ്ക്ക് നിൽക്കാൻ പോലും പറ്റില്ല. പിന്നെ ഇയാൾ കാലുകൊണ്ട് തിക്കും, പുറത്ത് വന്ന് തൂങ്ങി ഉണ്ടാവും. പിന്നെ അയാൾക്ക് കോഴിക്കോട് വരെ നിൽക്കുക തന്നെ ശരണം. അയാൾക്ക് സീറ്റ് കിട്ടുന്ന പ്രശ്നമില്ല. അതിഥി ദേവോഭവ. ഏതായാലും
നൂറ്റാണ്ടുകൾ ഇവിടെ അടക്കി ഭരിച്ചു. ഗ്രീസിൽ അടക്കി ഭരിച്ചിരുന്നില്ല, കേവലം അധിനിവേശം കൊണ്ട് അവിടുത്തെ സംസ്കാരത്തെ നശിപ്പിച്ചു. റോമിൽ അടക്കി ഭരിക്കുന്നതിന് മുമ്പ് തന്നെ അധിനിവേശം കൊണ്ട് അവിടുത്തെ സംസ്കാരത്തെ നശിപ്പിച്ചു. അതുപോലെ കരീബിയൻ ദ്വീപുകൾ എടുത്താലും, മയൻ സംസ്കാരത്തിന്റെ ചരിത്രം പഠിച്ചാലും, ഇൻകോ സംസ്കാരത്തിന്റെ ചരിത്രം പഠിച്ചാലും ഒക്കെ തന്നെ, അതിന് മെസപ്പൊട്ടാമിയ ആയാലും ബാബിലോണിയ ആയാലും ഒക്കെ തന്നെ അധികാരം സ്ഥാപിക്കാതെ അധിനിവേശം കൊണ്ട് തന്നെ അവിടുത്തെ പ്രാചീന സംസ്കാരങ്ങളെ നശിപ്പിക്കാൻ മതാധിഷ്ഠിത സാമ്രാജ്യത്വ ശക്തികൾക്ക് കഴിഞ്ഞു. ഈ പറയുന്നതിൽ എന്തെങ്കിലും ചരിത്രപരമായ അബദ്ധങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം.